ആന്റണി സാർ, ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഈ വിഷയത്തിന്റെ ഒരു ഭാഗമാണ്, അതായത് അതിലെ രാഷ്ട്രീയം കൂടി കലർന്നൊരു ഭാഗമാണ്. പക്ഷെ ഇനി നമ്മൾ ഇതിന്റെ നിയമപരവും ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു 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 മേഖലയിലേക്ക് വരികയാണ്. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പുകളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. അതിന് മുന്നിലുള്ള അല്ലെങ്കിൽ അതിന് വേണ്ട ചില തെളിവുകൾ, ഇപ്പോൾ ഫോൺ റെക്കോർഡുകൾ, ഡിജിറ്റൽ രേഖകളൊക്കെ പരാതിക്കാരി തന്നെ നൽകിയിട്ടുമുണ്ട്. ഏത് വേഷത്തിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടാൽ തിരിച്ചറിയാവുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. എന്നിട്ടും 24 മണിക്കൂറായിട്ടും ജനപ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഔദ്യോഗിക വാഹനം എവിടെയാണെന്നും അദ്ദേഹം എവിടെയാണെന്നും നമ്മുടെ പോലീസിന് കണ്ടെത്താതെ ഇരിക്കുന്നതിന് അതിലെന്തെങ്കിലും അസ്വാഭാവികത ആന്റണി സാറിന് തോന്നുന്നുണ്ടോ, ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ? ഗോപികൃഷ്ണൻ, അതിൽ പറഞ്ഞതിൽ രണ്ടായിട്ട് ഞാനതിന് മറുപടി പറയാം. രാഹുൽ മാക്കൂട്ടത്തിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരാം. പക്ഷേ വാഹനം കണ്ടെത്താൻ പറ്റുമായിരുന്നു. അത് ഒരു സാധാരണ നിലയ്ക്ക് വാഹനം എവിടെയാണ് എന്നുള്ളത് അറിയാം. കാരണം വാഹനം എവിടെയോ ചെന്നിട്ട് അപ്രത്യക്ഷമാവുകയാണ്. ആ വാഹനം അങ്ങനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. ആ വാഹനത്തിന് നമ്പറുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ മറ്റടയാളങ്ങളുമുണ്ട്. വാഹനം കണ്ടെത്താം, അല്ലെ കണ്ടെത്തേണ്ടതാണ്. അതിന് സമയം അതിക്രമിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിപ്പം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രിയാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് അപ്പോൾ തന്നെ ഇതിലെ നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ് ചെയ്തത്. എന്തു തന്നെ ആയാലും 3-4 മാസങ്ങളായിട്ട് ശ്രീ രാഹുൽ മാക്കൂട്ടം MLA-ക്കെതിരായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ മറ്റു മാധ്യമങ്ങളിലുമൊക്കെ ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അതിനിപ്പോൾ ഒരു കേസ് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്ത അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആന്റണി സാർ, ഞാൻ ചോദിച്ചത്, ഇപ്പോൾ നമ്മുടെ ഒരു BJP പ്രതിനിധി പറഞ്ഞു 24 മണിക്കൂറായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ കഴിയാതിരുന്നതിൽ ഒരു അസ്വാഭാവികതയുണ്ട്. അതിൽ ഈ അയാളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അയാളെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരു രീതി ഉണ്ടെന്നൊക്കെ. അങ്ങനെ പോലീസിന്റെ കണ്ണിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സംഭവം എന്ന് പറയാനൊക്കെ ഇല്ല. അദ്ദേഹം പറഞ്ഞതിന് അനുബന്ധമായിട്ട് ഞാൻ പറയാം. കാരണം ഒരാൾ പരാതി തരുമ്പോൾ തന്നെ അയാളെ ബ്ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റില്ല. പരാതി കിട്ടിക്കഴിഞ്ഞാൽ പരാതിയുടെ നിജസ്ഥിതി അറിഞ്ഞ് എന്താണത് ഒരു അന്വേഷണം തുടങ്ങിയെങ്കിൽ മാത്രമേ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഏതെങ്കിലും ആരുടെയെങ്കിലും പേരിൽ ഒരു പരാതി എഴുതി വാങ്ങിച്ചിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ നിയമം പറയുന്നില്ല. അങ്ങനെ ഒരു അറസ്റ്റ് അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നു ഇവിടെ വരാൻ സാധ്യതയുള്ള ചർച്ചയിലെ വിഷയങ്ങൾ? അപ്പോൾ അത് ഒരിക്കലും അത് ശരിയല്ല. കാരണം പോലീസിൻ്റെതായ നടപടിക്രമങ്ങൾ അനുസരിച്ച് ഇപ്പോൾ അവരുടെ ആ യുവതിയുടെ 164 സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റിന് മുമ്പിൽ എടുക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞത് പരാതിക്കാരിയുടെയെങ്കിലും മൊഴി പോലീസ് രേഖപ്പെടുത്തണം. പരാതിയിൽ കഴമ്പുണ്ടോ, പരാതിയുടെ ഗുരുതരാവസ്ഥ എന്താണ്? ഇത് വളരെ ഗൗരവമുള്ള ഒരു കേസാണ്. തന്നെയല്ല, മറുപക്ഷത്തെ പ്രതിയായി നിൽക്കുന്നത് ഒരു MLA ആണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന യുവജന വിഭാഗം പ്രസിഡന്റാണ്, ആയിരുന്നയാളാണ്. അപ്പം അതീവ ഗൗരവത്തോടെയും സൂക്ഷ്മതയോടെയും ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലാതെയും വേണം പോലീസിന്റെ അന്വേഷണം നിഷ്പക്ഷമായി മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ ഈ 24 hours എന്ന് പറയുന്നത് വലിയൊരു സമയത്തിന്റെ അല്ല. ഈ സമയത്തെ അതായത് ആന്റണി സാർ, വലിയ വായിൽ വെല്ലുവിളിയൊക്കെ നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സമയത്ത് ഒളിവിൽ പോകുന്നതിന് ഒറ്റ കാരണമല്ലേ ഉള്ളൂ, അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നീക്കി ജാമ്യം നേടുക എന്നൊരൊറ്റ കാര്യം. അതിന് സൗകര്യം ഒരുക്കുന്നൊരു ഇടപെടൽ ഉണ്ടായി എന്ന് സംശയിക്കാവുന്ന എന്തെങ്കിലും ഒന്ന് ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം ഡയറക്റ്റായിട്ട്. ഇല്ല ഗോപികൃഷ്ണ, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അയാൾ ഈ വിവരം അപ്പോൾ തന്നെ അറിഞ്ഞു. അപ്പോൾ തന്നെ അയാൾ അവിടെ നിന്നും മാറി എന്ന് തന്നെയാണ് നമുക്ക് അന്നേരം തന്നെ ചാനലുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു MLA പോലെ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാൾക്ക് എവിടെ വേണമെങ്കിലും മറയാൻ പറ്റും. നമ്മൾ കണ്ടാൽ തിരിച്ചറിയുന്ന ആളെന്നുള്ളത് നിങ്ങൾ പറയുമ്പോഴും അതിനകത്ത് കണ്ടിട്ട് വേണ്ടേ തിരിച്ചറിയാൻ. കാരണം എവിടെയും ഒളിവിൽ പോകാം, പല രീതിയിലുണ്ട്. ഞാനത് ഏത് രീതിയിൽ പോകാൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. അതെല്ലാം ശരി ആന്റണി സാർ. ഇന്നലെ രാഹുൽ, നമുക്ക് കിട്ടിയ വിവരം ഞാൻ ആന്റണി സാറിനോട് പറയാം. ഇന്നലെ ഇത് വന്ന ഉടനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഇന്ന് രാവിലെ 2 സമയങ്ങളിലായിട്ട് അദ്ദേഹത്തിന്റെ ഫോൺ ഓൺ ചെയ്ത് ഓഫ് ആയിട്ടുണ്ട്. 2 സമയങ്ങളിലായിട്ട്. ഈ നമ്മുടെ ഈ സാങ്കേതിക സൗകര്യങ്ങളുടെ ഈ കാലത്ത് പല മാർഗങ്ങളുണ്ടല്ലോ ലൊക്കേറ്റ് ചെയ്യാനൊക്കെ. അതെ,
അപ്പം ഇന്ന് 2 പ്രാവശ്യം ഫോൺ ഓൺ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാം. അത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ലൊക്കേഷനാണോ ഫോണിൻ്റെ ലൊക്കേഷനാണോ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് ആരുടെ കയ്യിലാണ് ആ ഫോൺ ഇരിക്കുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ പേരിലൊന്നും നമുക്ക് ഉറപ്പായിട്ടും രാഹുൽ മാക്കൂട്ടം ആ ലൊക്കേഷനിൽ തന്നെ ഉണ്ടെന്ന് തീർത്ത് പറയാൻ പറ്റില്ല. കാരണം ആരും ഇതിനകത്ത് ഈ ഒരു വിഷയം പ്രശ്നമായി വരുമ്പോഴത്തേക്ക് ആരും അതിൻ്റെ നമ്മൾ സാധാരണ നിലയിൽ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചാൽ അവർ പെട്ടുപോകും. അപ്പോൾ അതല്ല, അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ സാധ്യതയുള്ള ആൾക്കാരും അതിനുള്ള അറിവും പ്രാപ്തിയും ശേഷിയുമുള്ളവരാണ്. അപ്പോൾ നമ്മൾ അതിനെ അങ്ങനെ ആ രീതിയിൽ കരുതേണ്ടതില്ല. രാഹുൽ മാക്കൂട്ടത്തിന് ഇപ്പം പാലക്കാട് ടൗണിൽ നിന്ന് നിൽക്കുന്ന നിൽപ്പിൽ മറഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം രാഹുൽ മാക്കൂട്ടത്തിന് കാണും. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ബന്ധങ്ങളും അതിന് അത്രയ്ക്ക് സഹായികളും പല രീതിയിലുള്ള ഒളിവിൽ പോക്കിന് സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഘടകങ്ങളുണ്ട്. ശരി, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഒരു പ്രത്യേകിച്ചും ഒരു അങ്ങനെ ഒരു അവസ്ഥ മാറി നോക്കൂ. കാരണം മുൻകൂർ ജാമ്യം അല്ലാതെ അയാൾക്ക് പ്രാപിക്കാൻ വേറൊന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.